സാധാരണയായി കണ്ടുവരുന്നത് അധ്യക്ഷൻ ആയിരിക്കുന്ന ആള് ഉപക്രമം പറയാൻ സമയം ചുരുക്കുവാൻ വേണ്ടിയിട്ട് ഉപസംഹാരമായിട്ട് പറഞ്ഞുകൊള്ളാമെന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ ഉപക്രമമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉപസംഹാരത്തിൽ ഒന്നുമേ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു മാറ്റം വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ ഈ സംയുക്ത യോഗങ്ങളുടെ മുഖ്യ പ്രഭാഷകനായിരിക്കുന്ന അദ്ദേഹം ചില നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹം വളരെ വിദൂരയിൽ നിന്ന് യാത്ര ചെയ്ത് നമുക്ക് വേണ്ടി ഒരു സന്ദേശം നൽകുവാനായിട്ട് എത്തിച്ചേരുന്നതാണ്. അദ്ദേഹം അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെ ലേഡീസ്, സ്ത്രീ സമായം, ഇതുപോലെ മിഷൻസ്, സൺഡേ സ്കൂൾ എല്ലാവർക്കും വേണ്ടി ഒരു സന്ദേശം അദ്ദേഹം അറിയിക്കുന്നതാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആയതുകൊണ്ട് ഉപസംഹാരമായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. എന്നാൽ ഉപക്രമമായിട്ട് ചില കാര്യങ്ങൾ പ്രാരംഭത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉപക്രമം എന്നുള്ള പദം ഒരു സംസ്കൃത പദമാണ്. ഉപക്രമ എന്നാണ് അതിനർത്ഥം. ഇന്നും ആളുകള് അതെന്താണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ചില ആളുകൾ പറയുന്നത് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്നുകൂടെ പ്രീ ഇൻട്രൊഡക്ഷൻ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. എന്നാൽ ഇംഗ്ലീഷില് അതിനെ പറയുന്നത് ഒരു ആമുഖ പ്രസംഗം എന്നാണ്. ഞാന് അതിൽ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രാമുകളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ലഭിക്കാം. കാരണം ഇത് നിങ്ങളുടെ പ്രോഗ്രാമാണ്. നിങ്ങളെ ദൈവം ഓരോ ഉപകരണങ്ങളാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള അഭ്യസിക്കുന്ന ഒരു ഇടമാണ് ഇത്. അതുകൊണ്ട് വളരെ വേഗം ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് ചെയ്യുക. നമുക്ക് തെറ്റിക്കോട്ടെ, ശരിയായിക്കോട്ടെ, ആളുകൾ മാർക്കിട്ടോട്ടെ, വിലയിരുത്തിക്കോട്ടെ, അതൊന്നും നമ്മുടെ ഭാഗമല്ല. കാരണം ഇതൊക്കെ നമുക്ക് അഭ്യസിപ്പിക്കാനുള്ളതുമായ ഒരു ഇടമാണ്. ഞാൻ ഒരു ചെറിയ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ആ ഉപക്രമത്തിലെ ഒരു പ്രസംഗ ഭാഗത്തിന്റെ ചില ഭാഗങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്കൂളില് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ വളരെ പെട്ടെന്ന് മരിച്ചു പോയപ്പോ സ്കൂളുണ്ട്, അവിടെ അതിന്റെ ഹയർ സ്റ്റഡീസ് ഉള്ള വിഭാഗമുണ്ട്. 11 കഴിഞ്ഞിട്ട് അപ്പം സ്കൂളിനെ പ്രതിനിധീകരിച്ച് 5 മുതൽ 10 വരെയുള്ള ഇതില് ഒരാളിനെ ഒരു വാക്ക് പറയുവാനായിട്ട് അവർ പലരെ അന്വേഷിച്ചിട്ടുണ്ട്. മുതിർന്ന കുട്ടികളെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നന്നായി സംസാരിക്കുന്നവരാണ്. അപ്പൊ അതിലൊരു അധ്യാപകൻ പറഞ്ഞത്, പള്ളികളിലെ ആരാധനാലയങ്ങളില് പോകുന്ന കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിരിക്കും ഉത്തമം. എനിക്കത് വളരെ ഒരു വലിയ പ്രചോദനമായിരുന്നു അതിൽ നിന്ന് ഉൾക്കൊണ്ടത്. കാരണം ആരാധനാലയങ്ങൾ കുഞ്ഞുങ്ങൾ വളരെ അവരുടെ ശിക്ഷണ രീതികൾ മാത്രമല്ല, ദൈവഭാഗത്ത് അവർ അഭ്യസിക്കേണ്ടതുമായ കാര്യങ്ങൾ പരിശീലിക്കുന്ന ഒരിടം. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മറ്റുള്ളവരോട് സംസാരിക്കുവാൻ ഇട നൽകുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഒരു മടിയും കൂടാതെ, ഒരു ലജ്ജയും കൂടാതെ അത് ചെയ്യുന്നത് കാണുവാൻ കഴിയും. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം മറ്റുള്ള വിഭാഗങ്ങളെ അപേക്ഷിച്ച് ക്രൈസ്തവ മേഖലയിൽ അതിനെ വളരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനമായി തീരുന്നുണ്ട്. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതൊരു മാതൃകയായി തീരട്ടെ എന്ന് ഞാൻ ആദ്യമായി തന്നെ ആശംസിക്കുകയും ചെയ്യുകയാണ്. ഒരു വാക്യം മാത്രം നമുക്ക് വളരെ വേഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 13-ാം വാക്യം. എന്നാറേ എന്നാറേ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായ ഒരു ഭാഗമാണ്. അബ്രഹാം
തന്റെ ദാസിയായ അബ്രഹാമിന്റെ ദാസിയായ ഹാഗാറിന് ജീവിതത്തിൽ ചില കൈപ്പേറിയ അനുഭവങ്ങൾ കടന്നു വന്നു. അവൾ വീട് വിട്ട് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. ആ അവസ്ഥയില് പറയുന്നതായ ഒരു ഭാഗമാണ് ഇത്. സൺഡേ സ്കൂളിന്റെ മാത്രം യോഗമല്ല, സഹോദരിമാരുടെയും കൂടെ യോഗമാണ്, അതുപോലെ തന്നെ യുവജനങ്ങളുടെയും കൂടെ യോഗമാണ്. ഇത് 3 പേരെയും 3 ഡിപ്പാർട്ട്മെന്റിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ. അബ്രഹാമിന്റെ ദാസി മരുഭൂമിയിൽ വേദനിച്ച് നിന്നപ്പോൾ പറഞ്ഞതായ ഒരു ഭാഗം ആണ് നാം കേട്ടത്. എന്തുകൊണ്ടാണ് ഇപ്രകാരം പറയാനിടയായ സാഹചര്യം നമുക്കറിയാം. 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അയക്കുമെന്നും വലിയൊരു ജാതിയാക്കി തീർക്കുമെന്നും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അനവധിയായി നിറവേറുമെന്നും പറഞ്ഞ് കേട്ട് ഇറങ്ങി വന്ന അബ്രഹാം ഈ 15-ാം അധ്യായം അതിനുശേഷം വരുമ്പോൾ നാം കാണുന്നു അബ്രഹാമിന്റെ വിശ്വാസത്തിൽ ചില ശോധനകൾ നേരിടുകയാണ്. അത് അബ്രഹാമിന്റെ ഭാര്യയായ സാറായി മുഖാന്തരം നേരിട്ടതാണ്. വാഗ്ദത്ത സന്തതിയെ ലഭിക്കാഞ്ഞത് മൂലം അന്നത്തെ ഇസ്രായേലിന്റെ ഒരു രീതിയിൽ ദാസിയെ സമീപിക്കുവാനായിട്ട് അബ്രഹാമിന്റെ ഭാര്യയായ സാറായി നിർബന്ധിക്കുകയായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സാറായി ഈ ദാസിയോട് അനിഷ്ടം കാണിച്ചു. അനിഷ്ടം കാണിച്ച് അവളെ വളരെയായി അസഹ്യപ്പെടുത്തുവാൻ, അതായത് കഠിനമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. കഠിനമായ വാക്കുകൾ നിമിത്തം അബ്രഹാമിന്റെ ദാസി അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഭാഗം മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വാക്കുകൾ പറയുമ്പോൾ അബ്രഹാമിന്റെ ദാസിയുടെ ഉദരത്തിൽ ഒരു ശിശു ഉണ്ടായി. ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. അബ്രഹാമിന്റെ ഭാര്യയായ സാറായി എത്ര കഠിനയായ ഒരു സ്ത്രീയാണ്. ഉദരത്തിൽ ഒരു ശിശുവുമായിരിക്കുന്ന ഒരു സ്ത്രീയെ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ കഠിന വാക്കുകൾ പറഞ്ഞ് അസഹ്യപ്പെടുത്തിയത് പോരാഞ്ഞത് അവർ വീട് വിട്ടിറങ്ങി പോകുന്ന സാഹചര്യം അബ്രഹാമിന്റെ ഭാര്യയായ സാറായിൽ നിന്നുണ്ടായി. അത് മാത്രമല്ല, ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങൾ കൂടെയാണെന്ന് അബ്രഹാമിനെ കൂടെ ഒരു വല്ലാത്ത സങ്കടാവസ്ഥയിലേക്ക് ഉൾപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ നിർബന്ധത്താൽ മറ്റൊരു വഴിയുമില്ലാതെ നിനക്ക് ഇഷ്ടമുള്ളത് നിന്റെ ദാസിയോട് പ്രവർത്തിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. പിന്നീടുള്ള ഭാഗങ്ങളിൽ നാം കാണുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക, ഈ സാറായി തന്നെയാണ് അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചു എന്ന് പറയുന്നത്. അവർ ചേർന്ന് പറഞ്ഞ് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. ആരെ? ദൂതന്മാരെ എതിരേറ്റത് എങ്ങനെയാ? നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചാണ് ദൂതന്മാരെ എതിരേറ്റത്. എന്നിട്ട് മേൽത്തരമായത് കൊടുത്ത് അവരെ സൽക്കരിക്കുക. ആരായി ചെയ്തേ? സാറ. നിലം വരെ കുനിഞ്ഞ് കൈ കൊടുക്കുന്ന ഒരാളാ ഈ നിറവയറുമായി ഇരുന്ന ഒരു സഹോദരിയെ ഭവനത്തിൽ നിറക്കിവിടും. അവൻ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, സാറായി എത്ര വലിയ ആളാണെങ്കിലും, എത്ര വലിയ ശ്രേഷ്ഠമായ അനുഭവത്തിൽ നിന്ന് വന്നതാണെങ്കിലും, അബ്രഹാമിന് അനവധി ദാസിദാസന്മാരും സ്വത്തും ഒക്കെ ഉള്ളവരാണ്. അപ്പൊ അവർ വലിയ അവസ്ഥയിൽ നിന്ന് വന്ന വലിയൊരു ധനാഢ്യ കുടുംബത്തിന്റെ അവസ്ഥയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇറങ്ങി വന്ന അബ്രഹാമിന്റെ ഭാര്യ ഇന്ന് ഒരു നിറവയറുമായി കടന്നു പോകുന്ന ഒരു ദാസിയെ അസഹ്യപ്പെടുത്തുകയും കഠിന വാക്കുകളുമായി പറഞ്ഞു വിടുകയാണ്. എന്നിട്ടാണ് നിലം വരെ കുനിഞ്ഞ് അറിയാതെ ദൂതന്മാരെ സൽക്കരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആണ്ടുകളുടെ അവസാന ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുക. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തികൾ മറ്റുള്ളവരോട് കഠിനപ്പെടുവാൻ നാം ഇടയാതെ, എത്ര നല്ലതാണെന്ന് നാം പറഞ്ഞാലും നമ്മുടെ പ്രവൃത്തി മൂലം ഒരാൾ അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിൽ അതിന് ഉത്തരവാദി നമ്മളായിരിക്കും. നാം ഒരാളെന്ന് പറയുവാൻ പറ്റത്തില്ല, ആ ഉദരത്തിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ ഉൾപ്പെടെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം നാം മനസ്സിലാക്കണം, അത് അബ്രഹാമിന്റെ ഭാര്യ കഠിനമായി പ്രവർത്തിച്ചു എന്നുള്ളത് കാരണം ആ ദാസി അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അബ്രഹാമിന്റെ
ഭാര്യ കാരണം ഒരാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ അവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് നാം നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ച് ദൂതന്മാരെ സൽക്കരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. 2, ദാസി എന്നും ദാസി. ദാസി അവരുടെ ദാസ്യ പ്രവർത്തികൾ ചെയ്യേണ്ടതാണ്. പലവിധ നിർബന്ധങ്ങളും പലവിധ പ്രലോഭനങ്ങളും കടന്നു വരുമ്പോൾ നമ്മളുടെ നിലയും വിലയും നാം മറന്നുപോകരുത്. വിഭജനങ്ങളോടാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് സഹോദരിമാരോടാണ്. നമ്മൾ മുഖാന്തരം ഒരാൾ അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. വളരെ വ്യക്തമാക്കി പറഞ്ഞാൽ നമ്മൾ മുഖാന്തരം ഒരാൾ വിശ്വാസം ത്യജിക്കപ്പെടുവാനിടയാകരുത്. സഹോദരിമാരുടെ ഭാഗം. രണ്ടാമത് യുവജനങ്ങളോടായിട്ട് പറയാനുള്ളത്, ആരെങ്കിലും എന്തെങ്കിലും പ്രലോഭനങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അത് ശരിയാണ്, അതിന് വശം വിട്ട് നാം ആ രീതിയിൽ അവർ അടിമപ്പെട്ട് പ്രവർത്തിച്ചാൽ നാളെ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് നാം മാത്രം ഉത്തരവാദിയാണ്. യുവജനങ്ങളായ സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ എത്രമാത്രം കഷ്ടപ്പെട്ട് വേദനയോടെ പ്രതീക്ഷയോടെ കൈവളരുന്നോ കാലുവളരുന്നോ എന്ന് നോക്കി വളർത്തിക്കൊണ്ടുവരുന്നവർ നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളും നിഷ്ടങ്ങളും എവിടെയെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ അതിൽ വീണുപോയാൽ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നമ്മളുടെ. മൂന്നാമത് ഒരു ഭാഗം, ആ ജീവിതത്തിൽ ഈ പറയുന്നതായ ദാസി അവരുടെ ജീവിതം, അവരുടെ പേര് ഹാഗാർ എന്നാണ്, അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ട് സംഭവിച്ചു പോയതാണെങ്കിലും അവള് എവിടുത്തുകാരിയാ? ഒരു മിസ്രൈമിയ ദാസിയാണ്. ആ മിസ്രൈമിയ ദാസി നിന്നത് ആരുടെ വീട്ടിലാ? അബ്രഹാമിന്റെ ഭവനത്തിലാണ്. അവൾ അവിടെ നിന്നുകൊണ്ട് കണ്ടത്, എന്നെ അവിടെ കണ്ടവനെ ഞാൻ ഈ മരുഭൂമിയിൽ കാണുന്നു എന്നാ ചോദിച്ചേ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ആ മരുഭൂമിയിൽ നിന്നുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മിസ്രൈമിന്റെ പലവിധ കാര്യങ്ങളും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവൾ ചെന്നതായ അബ്രഹാമിന്റെ ഭവനത്തിൽ ഒരു വലിയ വിടുതലുണ്ടായിരുന്നു, വലിയ സുവിശേഷം അവൾ ഉൾക്കൊണ്ടു, ഒരു വലിയ മാറ്റം അവൾ കണ്ടു. മിസ്രൈമിലെ എല്ലാ കാര്യങ്ങളും അവൾ പിറകിൽ ഉപേക്ഷിച്ചിട്ട് അവളുടെ യജമാനന്റെ ദൈവത്തെ സ്നേഹിക്കുന്നവളാണ്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, അബ്രഹാമിന്റെ വീട്ടിൽ കണ്ടവനെ ഞാൻ ഇവിടെ കണ്ടു, അത് യഹോവയായ ദൈവമാണ്. മിസ്രൈമിലെ ദാസ്യം, അവളുടെ ജീവിതത്തിൽ വിഗ്രഹാരാധനകളും പലവിധ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവൾ അതെല്ലാം പിറകിൽ എറിഞ്ഞുകൊണ്ട് അവൾ ചെന്നെടുത്ത് ദൈവത്തെ അറിയുവാൻ അവളിടയായി. അവൾക്ക് വേണമെങ്കിൽ ആ മിസ്രൈമിലെ ദേവന്മാരെയും അവിടുത്തെ ജീവിത രീതികളും അവൾക്ക് അവിടെ ചെയ്യുവാൻ കഴിയും. ഒന്ന് നാം ചിന്തിക്കുക, വിശ്വാസികളുടെ വീരന്മാരിൽ പലരും പട്ടുപോയപ്പോൾ ഒരാളുടെ പേര് എഴുതപ്പെടുവാൻ ഇടയായില്ല. ഏറ്റവും അറിവുള്ളവനും ശ്രേഷ്ഠനുമായിരുന്ന ശലോമോൻ, അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ജീവിതത്തിൽ എല്ലായിടത്തും പോയി അവൻ സമ്പത്തം കൂടി അവർക്ക് വശമതരായ അവരുടെ ദേവന്മാരെ അവൻ ആരാധിച്ചു. വിദ്യാഭ്യാസമോ ഒക്കെ ഉണ്ട്, വലിയ അറിവുള്ളവനാ, ധനവും മാനവും ഉള്ളവനാ. പക്ഷേ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരേ ഒരു കാരണം, ഭാര്യമാരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി അവൻ വിഗ്രഹാരാധനയിലേക്ക് കടന്നുപോയി. എന്നാൽ ഇവിടെ മിസ്രൈമിയ ദാസിയായ ഹാഗാർ, അവൾ എന്താണ് ചെയ്തത്? അവൾ വന്ന അബ്രഹാമിന്റെ ഭവനത്തിൽ അവിടെ നിന്ന് അവൾ ഒരുവനെ കണ്ടു, അവനിൽ വിശ്വസിച്ചു. അത് അവൾക്ക് ഗുണമായി തീർന്നു. മറ്റൊന്ന് കുഞ്ഞുങ്ങളോടാണ്, ഈ ഹാഗാറിന്റെ ഉദരത്തിൽ ഉണ്ടായിരുന്നത് ഇസ്മായിൽ എന്ന് പറയുന്നതായ ഒരു തലമുറയാണ്. അവൻ എല്ലാവർക്കും എതിരായി പാർക്കുന്നതാണ്. ഒരു കാര്യം നാം ചിന്തിക്കണം, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അമ്മയപ്പന്മാർ വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തുന്നത്, വളരെ അത്യധ്വാനം ചെയ്താ വളർത്തുന്നത്, വളരെ പ്രതീക്ഷയോടെ വളർത്തുന്നത്. ചില പിതാക്കന്മാര് ചിലപ്പോൾ ചിരിക്കത്തില്ലായിരിക്കും, ചിലർ വളരെ കർശന സ്വഭാവമുള്ളവരായിരിക്കും, ചിലർ കുറച്ച് സൗമ്യമായി ഇടപെടുന്നവരായിരിക്കും. എന്നാൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാണ്. പുറമേ ചിലപ്പോൾ വളരെ കർശന ഭാവമുള്ളവരായിരിക്കും. നിങ്ങൾക്ക് തോന്നും അവർക്ക് നമ്മളോട് യാതൊരു തരത്തിലും സ്നേഹമോ ഒരു സൗമ്യമായ സംഭാഷണമോ ഇല്ല. ഒരിക്കലും ഒരു കുട്ടി ഇപ്രകാരം പറയുകയുണ്ട്, ഒരു പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞത് അവളെ മോളേന്ന് വിളിക്കാറില്ല. ആദ്യമായി കണ്ട ഒരുവൻ മോളേന്ന് വിളിച്ചു, അവനോട് വളരെ താല്പര്യമായിരുന്നു. ചില മാതാപിതാക്കൾ അപ്രകാരമായിരിക്കാം. എന്നാൽ ഒരു മാതാവ് കരയുന്ന മാതാവ് ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ഈ പറയുന്ന മാതാപിതാക്കളുടെ ഉള്ളു പിടയുവാൻ നിങ്ങൾ ഇടയാക്കരുത്, അവരുടെ മനസ്സ് വേദനിപ്പിക്കുവാൻ ഇടയാക്കരുത്. കുഞ്ഞുങ്ങളെ,
ഇന്ന് മത്സ്യം, ഈ പറയുന്നതായ ലഹരി പദാർത്ഥങ്ങള്, ഈ ലോകത്തില് പല ലഹരി പദാർത്ഥങ്ങൾ പലതും ഉണ്ട്. പലതും കാണിച്ച് പറഞ്ഞ് നിങ്ങളെ വശമതരാക്കും. എന്നാൽ വേദനിക്കുന്ന ഒരു ഹൃദയവുമായി ഉള്ളുരുകി കരയുന്ന ഒരു വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ഒരു മാതാപിതാക്കൾ നിങ്ങൾക്കുണ്ടാകുന്ന ഓർക്കണം. മലയാളത്തിൽ പലവിധ ചൊല്ലുകളുണ്ട്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, നൊന്ത കണ്ണിലെ അന്തം വായു എന്ന് എന്റെ അമ്മ എപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പണ്ടല്ലാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും നൊന്തു പ്രസവിച്ചവർക്കേ അത് അറിയത്തുള്ളൂ, അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെട്ടവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഈ ഹാഗാർ അതിനു വേണ്ടി കരഞ്ഞു എന്നുള്ളതാണ്. അതിനുവേണ്ടി അവൾ പ്രസവിക്കുന്നതിന് മുമ്പേ ദൂതൻ ശൂറിനരികെ മരുഭൂമിയിൽ ഒരു നീരുറവിനരികെ വന്നു നിന്ന് അവളുടെ ഉദരത്തിൽ കിടന്ന ശിശുവിന് വേണ്ടി കർത്താവ് അതിനു മുമ്പേ കരുതി. കാരണം അവൾ അബ്രഹാം പിതാവിന്റെ ഭവനത്തിൽ അവനറിഞ്ഞ വലിയ ദൈവത്തെ അറിയുവാനിടയായി. അതുകൊണ്ടാണ്. മൂന്നാമത്തെ ഭാഗമാണ് വീണ്ടും അമ്മമാരോട് പറയാനുള്ളത്. ഒരു കരയുന്ന മാതാവുണ്ട്. ഏതൊരാളുടെയും പിന്നിൽ ഒരു കരയുന്ന മാതാവുണ്ട്. കുഞ്ഞുങ്ങളെ, ആ മാതാവിന്റെ കണ്ണുനീരിനെ മറികടന്നു പോകരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണമായി ഭവിക്കുകയില്ല. അതുകൊണ്ട് കരയുന്ന ഒരു മാതാവുണ്ട്. ഈ ഹാഗാറിന്റെ കണ്ണുനീരിനെ കണ്ടു. ദൂതൻ അവളോട് പറയുക, നീ നിന്റെ യജമാനന്റെ ഭവനത്തിലേക്ക് മടങ്ങി. അവളുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ് അവൾ തിരുത്തുവാൻ തയ്യാറായി. യജമാനന്റെ ഭവനത്തിലേക്ക് അവൾ മടങ്ങിപ്പോകാനിടെ അവളുടെ മകനെ ഒരു വലിയ തലമുറയാക്കുകയാണ്. ഒന്ന്, നമ്മൾ മുഖാന്തരം ഒരാളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുവാനിടയാകരുത്. എത്രത്തോളം നിലം വരെ കുനിഞ്ഞ് നമസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി ഞാൻ മുഖാന്തരം മറ്റൊരാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ എന്റെ പേര് സാറായി എന്നുള്ളത് മാറിപ്പോകും. വാഗ്ദത്ത ദേശം കാണുവാൻ ഞാൻ കഴിയുകയില്ല. വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കേണ്ടവൻ. ഞാൻ എത്ര നിലം വരെ കുനിഞ്ഞാലും എന്റെ വിശ്വാസം മറ്റൊരാൾക്ക് വേണ്ടി അടിയറക്കും. ഞാൻ മുഖാന്തരം മറ്റൊരാളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. രണ്ടാമതായിട്ട് യുവജനങ്ങളോട് ഞാൻ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രലോഭിതനാവുകയില്ല. എന്നെ കണ്ടവനെ ഞാൻ ഇവിടെയും കണ്ടിരിക്കുന്നു. അതായത് എന്റെ അപ്പനും അമ്മയും അറിഞ്ഞ ദൈവത്തെ ഞാൻ ഇവിടെയും, ഞാൻ പോകുന്നിടത്തും എവിടെയും കണ്ടിരിക്കുന്നു. ഞാൻ ഒരു ദൈവ പൈതലാണ് എന്ന് മറ്റുള്ളവരോട് ലജ്ജ കൂടാതെ പറയണം. ഞാൻ ഒരു ദൈവ മകനാണ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആളുകൾ, പലതിലും വശംവദരാക്കുന്നവരെ, നിർബന്ധിക്കുന്നവരെ ഒക്കെ നമ്മെ വിട്ടുപോകും. യുവജനങ്ങളോട് തുറന്നു തന്നെ പറയട്ടെ. അതായത് ബീഡി വലിക്കുവാൻ നിർബന്ധിക്കുന്ന കൂട്ടുകാരുണ്ടാകാം. കോളേജിലൊക്കെ പഠിക്കുമ്പോ ഒന്ന് വലിച്ചു നോക്കടാ, മൂക്കിൽ കൂടെ പുക വരും എന്നൊക്കെ പറയും അല്ലേ? ഈ ഫർണസിലൂടെ ഒക്കെ, ഈ അന്റിയാക്സിന്റെ കുഴലിലൂടെ വരുന്നവർ നല്ല രസമാണെന്ന് പറയും. അപ്പോൾ നാം പറയുക, എന്റെ അപ്പൻ, എന്റെ അമ്മ, അവർ കണ്ടതായ ഒരു ദൈവമുണ്ട്, അവർ കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. ഞാൻ ഇതിന് വശംവദനാകുകയില്ല. എന്നെ കണ്ടവനെ ഞാൻ ഇവിടെയും കണ്ടിരിക്കും. മൂന്നാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചെങ്കിൽ നമ്മുടെ അബ്രഹാം പിതാവിന്റെ ഭവനത്തിലേക്ക് നാം മടങ്ങി പോകുവാൻ തയ്യാറാകട്ടെ. ഒരു വലിയ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രി ഉളവാകട്ടെ. നാം മുഖാന്തരം മറ്റൊരാളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുവാൻ നാം ഇടയാക്കരുത്. നമ്മുടെ പ്രവർത്തികൾ എത്രയോ വലിയ പുണ്യപ്രവർത്തികളാണെങ്കിൽ അതൊന്നും വില വെക്കുകയില്ല എന്ന് നാം ഓർത്തുകൊള്ളണം. നാട്ടിൽ നാം എത്തുകയില്ല. നാം മുഖാന്തരം മറ്റൊരാളുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും, നമ്മുടെ സ്വന്തമായിട്ടുള്ള പ്രത്യാശയും നഷ്ടപ്പെടുത്തരുത്. ആയതുപോലെ നാം മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾക്ക് ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ വശമതരാകരുത്. പിന്നെ അമ്മമാർ കരയുന്നവരായിരിക്കും. കരയുന്ന ഒരു അമ്മയുടെ കണ്ണുനീരിന് വലിയ വിലയാ പ്രിയമുള്ളവരെ. അത് എത്ര എങ്ങനെയുള്ള അമ്മയാണെന്ന് പറഞ്ഞാലും ഒരമ്മയുടെ കണ്ണുനീരിന്റെ മുമ്പിൽ തോറ്റുപോകാത്തതായ ലോകമില്ല. ഇന്നു മുതൽ നാം ഒരു തീരുമാനമെടുക്കാം. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മുടെ തലമുറയെ ഓർത്ത് നമുക്ക് കരയാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.